ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പഴയ ജെറുസലേമിലെ യാത്രയിലാണ്. അങ്ങനെ എൻ്റെ കോട്ടമതിലിന് ചുറ്റുമുള്ള യാത്രയ്ക്കിടയിൽ ഞാനൊരു സിമിത്തേരി കാണുവാനിടയുണ്ടായി. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു അങ്ങോട്ട് കിടക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പോൾ അവിടെ നിന്ന പട്ടാളക്കാരോട് ഞാൻ ചോദിച്ചു, പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പോകുന്നതിന് കുഴപ്പമില്ല, പോയിക്കോളാൻ പറഞ്ഞു. ലാൻഡ്സ് ഗേറ്റ് കഴിഞ്ഞ് ഇങ്ങ് കയറി വരുമ്പോഴാണ് ഈ ഭാഗം നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് ഈ കാണുന്ന സിമിത്തേരി മുസ്ലിങ്ങളുടെ സിമിത്തേരിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ലാൻഡ്സ് ഗേറ്റ് കിടന്ന് വന്ന് അടുത്ത ഗേറ്റ്, അതായത് നമ്മുടെ ഗോൾഡൻ ഗേറ്റ് അല്ലെങ്കിൽ സുവർണ്ണ കവാടത്തിന് അടുത്തായിട്ടാണ് ഈ സിമിത്തേരി സ്ഥിതി ചെയ്യുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഈ സുവർണ്ണ കവാടം ബാബ് അൽ ദഹാബി അല്ലെങ്കിൽ ബാബ് അൽ സഹാബി എന്ന പേരുകളിലാണ് അറിയപ്പെടുന്നത്. സുവർണ്ണ കവാടം, ഗേറ്റ് ഓഫ് എറ്റേണൽ ലൈഫ് എന്നൊക്കെയാണ് ഇതിന് അർത്ഥം. അള്ളാഹുവിൻ്റെ അന്ത്യവിധിയും പുനരുദ്ധാനവും ഇവിടെ വെച്ച് ആയിരിക്കുമെന്നാണ് ഒരു വിഭാഗം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിമിത്തേരികളൊക്കെ ഇവിടെ തന്നെ സ്ഥാപിക്കുവാൻ ഉള്ള കാരണം എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇവിടെ ഒരുപാട് കല്ലറകളുണ്ട്. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഒലിവുമല സ്ഥിതി ചെയ്യുന്നത്. അവിടെ നമുക്ക് ജൂതന്മാരുടെ കല്ലറ കാണാം. ഈ സുവർണ്ണ കവാടത്തിൻ്റെയും അല്ലെങ്കിൽ ടെമ്പിൾ മൗണ്ടിൻ്റെയും അതിൻ്റെ അപ്പുറത്തുള്ള ഒലിവുമലയുടെയും നടുക്കായിട്ട് ഹെദ്രോൻ താഴ്വര നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് നമുക്ക് ക്രിസ്ത്യാനികളുടെ സിമിത്തേരി കാണുവാൻ സാധിക്കുന്നത്. വളരെ ചരിത്രപ്രധാനമുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ജെറുസലേമിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. എൻ്റെ അറിവ് പരിമിതമാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഇവിടെ അറിയുവാനുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക.